പാഠം 240. ഓരോ കുഴപ്പങ്ങൾ വരുന്ന വഴി. മോഹനേട്ടൻ ഇത്ര പെട്ടെന്ന് റെഡിയായോ? മണി 8:30 ആയുള്ളൂ. എനിക്ക് ആഫീസിലേക്ക് പോകുന്ന വഴി 1-2 കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോഹനേട്ടാ? ഇന്ന് രാവിലെ ആഫീസിൽ പോകുന്നതിന് മുന്നേ വീട് മുഴുവൻ തൂത്ത് വൃത്തിയാക്കാൻ എന്റെ കൂടെ കൂടാന്ന് പറഞ്ഞത് മോഹനേട്ടൻ അങ്ങ് മറന്നുപോയോ? അതിപ്പോ ഒരു വീട് വൃത്തിയാക്കാൻ 2 പേരെന്തിനാ? നീ വിചാരിച്ച ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ആ പരിപാടി ഇവിടെ നടക്കില്ല മോഹനേട്ടാ. വാടക വീട്ടിൽ കഴിഞ്ഞ കാലം മുഴുവനും ഞാനത് ചെയ്തു. ഇതിപ്പോ നമ്മുടെ സ്വന്തം വീടാ. വീട് വൃത്തിയാക്കണമെങ്കിൽ 2 പേരും ഒരുമിച്ചായിരിക്കണം. ഇല്ലെങ്കിലേ കൂലിക്ക് ആളെ വെച്ചോളണം. മോഹനേട്ടൻ ഉള്ള പോലെ തന്നെ ഒരു ഓഫീസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ വീട്ടുജോലിയിൽ മോഹനേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. പക്ഷെ എനിക്ക് ആഫീസിൽ പോണ്ടേ? ശരി, നടക്കട്ടെ. പിന്നെ ഭാമ വീട് വൃത്തിയായി സൂക്ഷിച്ചില്ല എന്നൊരു പരാതി പിന്നെ കേട്ടേക്കല്ലേ. ഞാനായിട്ട് ഇനി വീട്ടിലൊന്നും ചെയ്യില്ല. സകല വീട്ടുകാരും വീട് വൃത്തിയാക്കാനായിട്ട് ജോലിക്കാരെ വെക്കുന്ന കാലം മോഹനേട്ട ഇത്. ആഴ്ചയിൽ ഒരിക്കലും മതി. ഒരാളെ നമുക്ക് വിളിക്കാം. ഏറെ വന്നാൽ ഒരു 500 രൂപ കൊടുക്കേണ്ടി വരും. 500 രൂപയോ? ഓരോ ആഴ്ചയിലും നടന്ന തന്നെ 500 രൂപ താഴെ ഒരാളെ കിട്ടണ്ടേ മോഹനേട്ടാ? ഒന്നെങ്കിൽ 500 രൂപ മുടക്കി ഒരാളെ വെക്കുക, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ എന്നെ സഹായിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നടന്നില്ലെങ്കിൽ കാത്തിരുന്ന് വാങ്ങിയ വീട് കാടാവാൻ ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല. നമസ്കാരം സാർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞാൻ ഉത്തമനൊന്ന് കാണാനിരിക്കായിരുന്നു. വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഉത്തമന്റെ വരവ്. എന്താ സാർ കാര്യം? ഈ വീടിനകത്ത് മൊത്തത്തിൽ ഒരു വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. ഭാമയോട് പറഞ്ഞപ്പോ അവക്ക് നേരമില്ല എന്ന്. പക്ഷേ ഇതെന്റെ സ്വന്തം വീടാണല്ലോ, എനിക്ക് വൃത്തിയാക്കല്ലേ പറ്റൂ. പിന്നല്ലാതെ സാറേ, വീട് ഒരു ദിവസം തൂത്ത് വൃത്തിയാക്കാതിരുന്നാൽ പ്രശ്നമാണ്. എല്ലാ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഗതി നല്ല എളുപ്പമാണ്. ശരീരത്തിനാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എക്സർസൈസും ആവും. അതെനിക്കറിയാം. പക്ഷേ കൃത്യം 9:55 എനിക്ക് വില്ലേജ് ഓഫീസിൽ എത്തണമല്ലോ. വീട് ഞാൻ തന്നെ വൃത്തിയാക്കാൻ മെനക്കെട്ടാൽ ഞാൻ വൈകിപ്പോകും. അതുകൊണ്ടാണ് ഉത്തമൻ അന്വേഷിച്ചത്. വീട് വൃത്തിയാക്കാനാ? എന്റെ പൊന്നു സാറെ, നാട്ടുകാർക്ക് അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താണ് ഞാൻ ജീവിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ വീട് വൃത്തിയാക്കാനൊന്നും എന്നെ കിട്ടൂല. എന്റെ സ്വന്തം വീട് പോലും ഞാനല്ല വൃത്തിയാക്കുന്നത്, അമ്മയാണ്. ഉത്തമൻ വീട് വൃത്തിയാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ വീട് വൃത്തിയാക്കാൻ വരുന്ന ഒരാളെ കണ്ടെത്തണം. അത്രേ ഉള്ളൂ. അത് ഞാൻ ശരിയാക്കി തരാം. സാറിന് എത്ര പേര് വേണം? ഒരു വീട് വൃത്തിയാക്കാൻ 10-30 പേരുടെ ആവശ്യമൊന്നുമില്ല, ഒരാൾ മതി. പക്ഷേ പിന്നെ ഒരു വ്യവസ്ഥയുണ്ട്. എന്ത്? മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ആളായിരിക്കണം. വീട്ടിലുള്ള എല്ലാ സാധന സാമഗ്രികളും സൂക്ഷിക്കണം. കൂലി മാന്യമായതേ പറയാവൂ. എന്നാൽ എത്ര രൂപയാണ് സാർ ഉദ്ദേശിക്കുന്നത്? എത്ര രൂപ കൊടുക്കേണ്ടി വരും? ജോലി വീട് വൃത്തിയാക്കലാണെങ്കിലും ഒരു ദിവസത്തെ മെനക്കേടാണ് സാറേ. ഒരു 500 രൂപ കൊടുക്കേണ്ടി വരും. 500 രൂപയോ? ഞാൻ ഈ വീട് വൃത്തിയാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതിവിടെ നിളക്കി ചന്ദ്രനിലേക്ക് കൊണ്ട് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ വീട് വൃത്തിയാക്കാനാണ് 500 രൂപ ഞാൻ പറഞ്ഞത്. ചന്ദ്രനിലോട്ട് ഇളക്കിക്കൊണ്ട് പോകാനാണെന്നുണ്ടെങ്കിൽ വേറെ പൈസ കൊടുക്കേണ്ടി വരും. സാർ എന്തായിരുന്നാലും 500 രൂപ കൊടുത്തേ പറ്റൂ. നടക്കില്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഒരു വീട് വൃത്തിയാക്കാൻ 500 രൂപ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം വില്ലേജ് ഓഫീസർക്ക് സർക്കാർ എന്തുമാത്രം രൂപ കൊടുക്കേണ്ടി വരും? അയ്യോ സാറേ, ഈ വില്ലേജ് ഓഫീസർക്ക് അങ്ങനെ മലമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. രാവിലെ അങ്ങോട്ട് ചെല്ലണം. ശിശുപാല സാറിനെ, സ്വയംപ്രഭ സാറിനെ, കാഞ്ചന സാറിനെ ഒന്ന് വരട്ടുക. പിന്നെ ഫാനിന്റെ അടിയിൽ വിസ്തരിച്ചിരുന്ന് 2, 3, 4 കടലാസിലങ്ങ് ഒപ്പിടുക. ഇത് അതുപോലെയാണോ? വീട് വൃത്തിയാക്കാന്ന് പറഞ്ഞ ചില്ലറ പണിയുള്ളതുമാണോ? ഉത്തമ, ഈ സാറ് പറയുന്നത് കേട്ട് കൂലിക്ക് ആളെ വിളിക്കാന്ന് കരുതിയ ഉത്തമനെയാണ് ആദ്യം തല്ലേണ്ടത്. അതാണ്. ഇതൊക്കെ സാറിന്റെ വേറെ നമ്പർ അല്ലേ? ഉത്തമ ഒരു കാര്യം ചെയ്യും, ഒരാളെ കൊണ്ടുവാ. ഞാൻ ഒരു 200 രൂപ തരും. 200 രൂപയ്ക്ക് ആരെ കിട്ടും സാറേ? 200 രൂപയിൽ കൂടുതൽ 10 പൈസ തരില്ല. എന്നാ പിന്നെ സാർ വേറെ ആളെ നോക്ക്. വേറെ ആളാരാ? ആരെന്ന് സാറേ എന്നെ നോക്ക്, എന്നെ കൊണ്ട് പറ്റൂല. സാറെ വല്ലവന്റെ മായിരിക്കുന്ന ചീത്തവിളി ഞാൻ എന്തിനാണ് കേൾക്കുന്നത്? സാറേ, ഞാൻ ഇപ്പൊ വന്നത് കഴിഞ്ഞ ആഴ്ച ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഒരു സർട്ടിഫിക്കറ്റും കാന്തല്ലൂർ വില്ലേജ് ഓഫീസിൽ നിന്ന് ഉത്തമന് കിട്ടില്ല. എനിക്ക് ഒരാവശ്യം വന്നപ്പോ സഹായിക്കാത്ത ഉത്തമന് കമ്മീഷൻ കിട്ടാൻ ഞാൻ സഹായിക്കണം. ഇനി മുതൽ ഉത്തമൻ വഴി വരുന്ന ഒരപേക്ഷയും പരിഗണിക്കുന്ന പ്രശ്നമില്ല.
വില്ലേജ് ഓഫീസർ കളി. അങ്ങാടി തോറ്റതിന് അമ്മയോട്. അങ്ങാടി തോറ്റത് നിന്റെ അച്ഛൻ. അഹങ്കാരി. ആ പഴഞ്ചൊല്ലി അങ്ങനെ മാറ്റിയായിരുന്നല്ലേ വക്കീലെ? അമ്മയായാലും അച്ഛനായാലും അർത്ഥത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഉത്തമ, ഇന്ന് താളം ചവിട്ടിയുടെ കാര്യമില്ല. വില്ലേജ് ഓഫീസർ രാവിലെ മുതലേ ഉറക്കാണ്. സ്വന്തമായി ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ ഭ്രാന്ത് കുറയുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഭ്രാന്ത് ഇരട്ടിക്കുകയും ചെയ്തു. എന്നാലും വക്കീലെ 200 രൂപയ്ക്ക് ഒരാളിനെ ഞാൻ ഇവിടെ നിർത്തോണ്ട് വരാനാണ്. അതൊക്കെ ഉത്തമന്റെ മാത്രം വിധിയാണ്. എന്തൊക്കെ പുകിലായിരുന്നു എന്റെ പൊന്നോ. വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ വീട് വൃത്തിയാക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾ ക്യൂ നിൽക്കും. സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്താൽ മതി. എന്നിട്ടിപ്പൊ എന്തായി? മോഹനേട്ടൻ എന്തു പറഞ്ഞാലും യെസ് മോളുന്ന ഉത്തമം പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. എന്റെ മോഹനേട്ടാ, ഇത് കേരളമാണ്. ഇവിടെ ആളുകൾ ജോലി ചെയ്താൽ അതിന് കാശ് കൊടുക്കണം. അതിപ്പോ വില്ലേജ് ഓഫീസറുടെ വീട്ടിലായാലും പ്രധാനമന്ത്രിയുടെ വീട്ടിലായാലും കാശ് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ 500 രൂപ കൊടുത്ത് വീട് വൃത്തിയാക്കാൻ മോഹനകൃഷ്ണൻ തയ്യാറല്ല. അപ്പൊ ഈ ജന്മത്ത് വീട് വൃത്തിയാവുകയുമില്ല. വെറുതെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല മോഹനേട്ടാ. ഒരു കാര്യം പറയുമ്പോ അത് കേൾക്കാതിരിക്കുക, മുടന്ത ന്യായം പറഞ്ഞ് തർക്കിക്കുക, ഒടുവിൽ തോൽക്കുമ്പോ സോറി ഭമേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുക. ഇതല്ലേ മോഹനേട്ടന്റെ രീതി? ഇവിടെയും അത് മാത്രമേ നടക്കുകയുള്ളൂ. ഒന്നെങ്കിൽ വീട് വൃത്തിയാവില്ല. വീട് വൃത്തിയാവണമെങ്കിൽ പുറത്ത് നാളെ വിളിക്കണം. പുറത്ത് നാളെ വിളിച്ചാൽ മിനിമം 500 രൂപ കൊടുക്കേണ്ടി വരും. സാറേ, നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് പങ്കജാക്ഷൻ. അതുകൊണ്ട് ഞാൻ ഉത്തമം പറഞ്ഞിട്ട് വന്നതാ. ഉത്തമനോ? അപ്പൊ ഉത്തമന് ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി. ഭാമേ, അതുപോട്ടെ, പങ്കജാക്ഷന്റെ വീട് എവിടെയാണ്? പഞ്ചായത്ത് ഓഫീസിന്റെ കിഴക്ക് വശത്തുള്ള ഒരു കോളനിയിലാണ്. ഉത്തമൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു. പൈസയുടെ കാര്യം സാറ് പറഞ്ഞാ മതി. എനിക്ക് സമ്മതാ. എന്താ മോഹനേട്ടാ? നീ എന്താ പറഞ്ഞത്? വില്ലേജ് ഓഫീസറാണെന്നും പറഞ്ഞ് നാട്ടുകാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നടന്നാ പോരാ, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ കൂടി നടത്താൻ പഠിക്കണമെന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? വില്ലേജ് ഓഫീസർക്ക് അതും സാധിക്കും. എനിക്ക് മനസ്സിലായില്ല. ഇത് പങ്കജാക്ഷൻ. ഉത്തമം പറഞ്ഞു വിട്ടതാ. പങ്കജാക്ഷൻ ഈ വീട് മനോഹരമായി തൂത്ത് വൃത്തിയാക്കി തരും. ഇല്ലേ പങ്കജാക്ഷൻ? എനിക്ക് സമയം കളയണ്ട. പങ്കജാക്ഷൻ ജോലി തുടങ്ങിക്കോളൂ. ആ ഭാഗത്തെ കിടപ്പ് മുറിയും തുടങ്ങണം. അവിടെയല്ലേ? അവിടെ. ശരി സാർ. അവിടെ നടന്നോട്ട്. മോഹനേട്ടാ, ഇയാളാണ് വൃത്തിയാക്കാൻ വേണ്ടി ഏൽപ്പിക്കണേ. എന്താ സംശയം? ഇയാളെ നമുക്ക് പരിചയമില്ലല്ലോ. എന്തിന്? വീട് വൃത്തിയാക്കാൻ വന്ന ആളെ പരിചയപ്പെടേണ്ട കാര്യം എന്താ? അത് മാത്രമല്ല, ഉത്തമന് പരിചയമുണ്ടല്ലോ. പക്ഷെ മോഹനേട്ടൻ ഇപ്പൊ ആഫീസിൽ പോവില്ലേ? കുറച്ച് കഴിയുമ്പോ ഞാനും പോവും. അപ്പോ ഇയാള് വീട്ടിൽ ഒറ്റയ്ക്കാവില്ലേ? പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ വീട്ടിലാക്കിയിട്ട് പോവുക? കുറഞ്ഞ പക്ഷം ഉച്ചയാവാതെ അയാളുടെ ജോലി തീരുകയില്ല. ഇത് റിസ്ക് ആണ് മോഹനേട്ടാ. ഭാമേ, നിന്റെ അടവ് എനിക്ക് മനസ്സിലായി. നീ പറയുന്നത് കേട്ട് ഞാൻ ഇയാളെ പറഞ്ഞു വിടണം. അപ്പോ നിന്റെ വാശി ജയിക്കും. പക്ഷെ ഈ കാര്യത്തിൽ തോൽക്കാൻ മോഹനകൃഷ്ണൻ തയ്യാറല്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.